ശ്രീ ജവാദ് മുസ്തഫാവി, ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇപ്പോൾ UDF പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണോ, അതോ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഞാനതിൻ്റെ മുമ്പ് നേരത്തെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഔദ്യോഗിക പ്രതിനിധിയായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സുന്നി സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലക്കാണ് എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ജവാദ് എന്ന വ്യക്തിക്ക് മാത്രമായിരിക്കും. ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം ചർച്ചകളിൽ നമ്മൾ ഇടപെടുമ്പോൾ വ്യാപകമായി ഉയരുന്ന ചോദ്യം, എന്തിനാണ് മതപണ്ഡിതന്മാർ, മതപ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ഇതൊരു രാഷ്ട്രീയമായ പ്രശ്നമല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു പാർട്ടിക്കാർ സഹകരിച്ചിട്ടില്ലേ, ഈ പാർട്ടിക്കാർ സഹകരിച്ചിട്ടില്ലേ, അന്ന് നിങ്ങൾ പ്രതികരിച്ചിരുന്നോ എന്നൊക്കെയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഹകരിക്കുകയോ അവരുടെ വോട്ട് വാങ്ങുകയോ ചെയ്തതല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അങ്ങനെ ആരെങ്കിലും നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആ രാഷ്ട്രീയ നേതൃത്വമാണ്. നമ്മളിവിടെ പ്രശ്നവൽക്കരിക്കുന്നത് ആദരണീയരായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് അവർ മുമ്പ് ഉന്നയിച്ചിരുന്ന മതരാഷ്ട്രവാദം ഇപ്പോൾ ഇല്ല, അതവർ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് VD സതീശൻ ആവർത്തിച്ച് പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ട ആരും ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പ്രസ്താവിക്കുന്നതായി കാണുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് സത്യത്തിൽ VD സതീശനെ പോലെയുള്ള ഒരാൾ പ്രസ്താവിക്കേണ്ട, അല്ലെങ്കിൽ അദ്ദേഹം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. ഇതൊരു തിയോളജിക്കൽ പ്രശ്നമാണ്. ഇസ്ലാമിന്റെ അഖീദ എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധ ഖുർആനിലെ ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല എന്ന ആയത്തിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അഅ്ല മൗദൂദി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഇസ്ലാമിക വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ഇസ്ലാമിക സ്റ്റേറ്റ് കൂടി സ്ഥാപിക്കണം. സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. അല്ലാതെ ഒരു താഹൂത്തി ഭരണകൂടത്തിന്റെ കീഴിൽ അവർ ജനാധിപത്യ വ്യവസ്ഥിതിയെ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയെ, അനിസ്ലാമിക വ്യവസ്ഥിതികളെ താഹൂത്തി എന്നാണ് പറയുന്നത്. അതിന് കീഴിൽ ജീവിച്ചാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം പൂർണ്ണമാവില്ല എന്നാണ് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ഐഡിയോളജി. അപ്പൊ ഈ ഐഡിയോളജി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇത് വിശ്വാസപരമായ ഒന്നാണ്. ഇസ്ലാമിക വിശ്വാസം പൂർണ്ണമാകാൻ സ്റ്റേറ്റ് വേണം, ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കണം എന്നതാണ് അബുൽ അഅ്ല മൗദൂദി ഉന്നയിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രത്തിന്റെ, ഇസ്ലാമിക തിയോളജിയുടെ അടിസ്ഥാന നിയമങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മുസ്ലിം പണ്ഡിതന്മാർ അബുൽ അഅ്ല മൗദൂദിയുടെ അപകടകരമായ ഈ വാദത്തിനെതിരെ രംഗത്ത് വന്നു. ഒരുപാട് രചനകൾ വന്നു. ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ശക്തമായ ഖണ്ഡനങ്ങൾ മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തിനെതിരെ, ഹാക്കിമിയത്ത് വാദത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു തിയോളജിക്കൽ പ്രശ്നമാണ്. ഏത് തിയോളജിക്കൽ സോഴ്സിൽ നിന്നുകൊണ്ടാണ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ് മീറ്റിലെ സംസാരം ഞാൻ കേട്ടു. എന്നോട് അവർ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, അവരതൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം ആ പ്രസ്താവന നടത്തുന്നതിന്റെ തലേ ദിവസമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ മുതിർന്ന ആചാര്യനും അസിസ്റ്റന്റ് അമീറുമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മതരാഷ്ട്രവാദം അങ്ങനെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പ്രസ്താവിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ KC അബ്ദുള്ള മൗലവി അവരുടെ അണികൾക്കുള്ള ക്ലാസ്സിൽ, പഠന ക്ലാസ്സിൽ മതരാഷ്ട്രവാദമൊന്നും ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, അടിസ്ഥാന നയം അത് തന്നെയാണ്, നമ്മൾ ഭരണഘടനയെക്കുറിച്ചും സെക്യുലറിസത്തെക്കുറിച്ചും ഡെമോക്രസിയെക്കുറിച്ചും സംസാരിക്കുന്നത് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ, അതൊരു അടവ് നയം മാത്രമാണ് എന്ന് അണികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ മീഡിയകളിലെല്ലാം നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണല്ലോ ഇത്. ഒരിടത്തും ഇങ്ങനെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം പറയാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ടും അവർ അങ്ങനെ പറഞ്ഞു, അമീർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നതിൽ ആർക്കാണ് ഇത്ര ഛേദം എന്ന് മറ്റും പ്രതികരിക്കുമ്പോൾ അത് ദോഷമല്ലേ ചെയ്യുകയുള്ളൂ? ശ്രീ റോണി കെ ബേബി, ഇവിടെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സമയത്ത് അത് UDFന് അനുകൂലമാക്കുന്ന ഈ സമയത്ത്, അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തേണ്ട ഈ സമയത്ത് ഇത്തരത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ എന്തിനു കൂട്ടുപിടിക്കുന്നു? ആ ചോദ്യം ഉയരുമല്ലോ. മുൻപ് ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. SDP ഒരു ഉദാഹരണമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് 2016 ശേഷം, അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.
അത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആയിരിക്കാം നിൽക്കുന്നത്. പക്ഷെ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ല, ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.